CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരമ്പരാഗത താത്വിക പ്രസംഗം സഹിക്കാനാവാതെ യോഗവേദി വിട്ട് മുങ്ങി മുൻ മന്ത്രിയും MLAയുമായ PM മുഹമ്മദ് റിയാസ്. കോഴിക്കോട് സംഘടിപ്പിച്ച പൊതുപരിപാടിക്കിടെയാണ് പാർട്ടി സെക്രട്ടറിയെയും സദസ്സിനെയും ഒരുപോലെ അമ്പരപ്പിച്ചുകൊണ്ട് റിയാസിന്റെ പെട്ടെന്നുള്ള ഈ എസ്കേപ്പ്. പാർട്ടി പരിപാടികളിലും പൊതുയോഗങ്ങളിലും സാധാരണയായി ഉണ്ടാകാറുള്ള MV ഗോവിന്ദന്റെ ദീർഘമേറിയ താത്വിക വിശകലനങ്ങൾ കോഴിക്കോട്ടുകാർക്ക് മടുത്തു തുടങ്ങിയെന്നതിന്റെ വ്യക്തമായ തെളിവാണ് വേദിയിലുണ്ടായ സംഭവങ്ങൾ. കേരളത്തിൽ ഇടതുഭരണം നഷ്ടമായ ശേഷവും പാർട്ടി നേതൃത്വം അനാവശ്യ ന്യായീകരണങ്ങളുമായി മുന്നോട്ടു പോകുന്നതിൽ അണികൾക്കിടയിൽ കടുത്ത അമർഷമുണ്ട്. നേരത്തെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെ ന്യായീകരിച്ച് പ്രതിരോധത്തിലായ പാർട്ടി നിലപാടുകൾക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. പാർട്ടിയും ജനങ്ങളും അണികളും തമ്മിൽ വലിയ അകൽച്ചയിലാണെന്ന് കേന്ദ്ര കമ്മിറ്റി തന്നെ അടുത്തിടെ വിലയിരുത്തിയ പശ്ചാത്തലത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. മുഹമ്മദ് റിയാസിന്റെ സ്വന്തം തട്ടകവും അതിശക്തമായ സ്വാധീന മേഖലയുമായ കോഴിക്കോട് തന്നെയാണ് ഇത്തരമൊരു നാണം കെട്ട അവസ്ഥ പാർട്ടിക്കുണ്ടായത്. വീണ വിജയനെ അടക്കം ന്യായീകരിക്കാനും പാർട്ടിയുടെ തകർച്ചയിൽ വിശദീകരണം നൽകാനും വിളിച്ചു ചേർത്ത വിശദീകരണ യോഗത്തിലാണ് ആളില്ലാതെ കസേരകൾ കാലിയായി കിടന്നത്. കോഴിക്കോട് മുതലക്കുളത്തായിരുന്നു യോഗം. മുൻമന്ത്രി കൂടിയായ PM മുഹമ്മദ് റിയാസ് MLA പരിപാടിക്കായി കൃത്യസമയത്ത് തന്നെ വേദിയിലെത്തിയിരുന്നു. എന്നാൽ MV ഗോവിന്ദൻ തന്റെ പ്രസംഗം ആരംഭിച്ച് താത്വിക അവലോകനങ്ങളിലേക്ക് കടന്നതോടെയാണ് റിയാസ് വേദി വിട്ടത്. സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസംഗം പകുതിയാകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം വേദി വിട്ട് പുറത്തേക്ക് പോയി. സാധാരണ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിക്കുമ്പോൾ ആരും വേദിയിൽ നിന്നും പോകാറില്ല. മുതിർന്ന നേതാവും പാർട്ടി സെക്രട്ടറിയുമായ MV ഗോവിന്ദൻ പ്രസംഗിക്കുന്നതിനിടെ തൊട്ടടുത്തിരുന്ന പ്രമുഖ നേതാവ് തന്നെ എഴുന്നേറ്റു പോയത് അണികൾക്കിടയിലും വലിയ ചർച്ചയായിട്ടുണ്ട്. പാർട്ടിയുടെ ഉന്നത നേതാക്കൾ പങ്കെടുക്കുന്ന പൊതുവേദികളിൽ സാധാരണയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറില്ല എന്നിരിക്കെ റിയാസിന്റെ ഈ നടപടി വേദിയിൽ ഉണ്ടായിരുന്ന മറ്റ് പ്രാദേശിക നേതാക്കളെയും വലിയ രീതിയിൽ ധർമ്മസങ്കടത്തിലാക്കി. യോഗത്തിലെ കുറഞ്ഞ ജനപങ്കാളിത്തവും സംഘാടകരെയും നേതാക്കളെയും ഒരുപോലെ നിരാശരാക്കി. മുൻകാലങ്ങളിൽ CPM യോഗങ്ങളിൽ വൻ ജനക്കൂട്ടം അണിനിരന്നിരുന്ന സ്ഥാനത്താണ് കോഴിക്കോട് നഗരത്തിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ആളൊഴിഞ്ഞ കസേരകൾ കാണേണ്ടി വന്നത്. സ്വന്തം കോട്ടയിൽ പോലും ജനങ്ങളെ ആകർഷിക്കാൻ നേതാക്കളുടെ പ്രസംഗങ്ങൾക്ക് ആകുന്നില്ല എന്നത് CPMന് വലിയ തിരിച്ചടിയാണ്. നാട് മുഴുവൻ ആഘോഷത്തിമിർപ്പിലായിരിക്കുന്ന സമയത്താണ് ഇത്തരമൊരു ഗൗരവമുള്ള വിഷയം ആസ്പദമാക്കി യോഗം സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ ന്യായീകരിക്കുന്നുണ്ട്. ജനങ്ങൾ ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുന്ന വേളയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ആളുകൾ കുറയാൻ ഇതും ഒരു കാരണമായെന്ന് സംഘാടകർ തന്നെ സ്വാഗത പ്രസംഗത്തിൽ തുറന്നു പറഞ്ഞു. MV ഗോവിന്ദന്റെ പ്രസംഗ ശൈലിയോടും നിരന്തരമായ താത്വിക വിശദീകരണങ്ങളോടും പാർട്ടിക്കുള്ളിൽ തന്നെ അമർഷം പുകയുന്നുണ്ടെന്ന സൂചനകൾ ശരിവെക്കുന്നതാണ് റിയാസിന്റെ ഇറങ്ങിപ്പോക്ക്. മുൻപ് വാർത്താ സമ്മേളനങ്ങളിലും പ്രസംഗങ്ങളിലും കേട്ടിരുന്ന താത്വിക അവലോകനങ്ങൾ മൂലം മടുത്ത അണികളും ജനങ്ങളും പാർട്ടിയിൽ നിന്നും അകലുകയാണെന്ന കേന്ദ്ര കമ്മിറ്റിയുടെ മുന്നറിയിപ്പ് ശരിവെക്കുന്ന രംഗങ്ങളാണ് കോഴിക്കോട് കണ്ടത്. സംഭവം സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വൻ ചർച്ചയായി കഴിഞ്ഞു.